തൃശ്ശൂർ ആലഞ്ചേരി പാലക്കാട് കൂടെ പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ബസ് അതല്ലേ പോകുന്നില്ല കാരണം എൻ്റെ ടയർ പഞ്ചറായി. കോഴിക്കോട് ആലഞ്ചേരി കൂടെ പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് അതല്ലേ പോവുകയും ചെയ്തു. കശ്മല, നീ അവിടെ പോയി കിടക്ക, ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്താ സാറേ? ഞാൻ എവിടെ പോയി കിടക്കുമായിരുന്നു? ഒരു വീഡിയോ കളിക്കാൻ പോയതല്ലോ. എടാ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താന്ന് എനിക്കറിയോ? എന്താ? ഇന്ന് KSRTC ബസ്സിലേക്കുള്ള ഇന്റർവ്യൂ. ഓ ആണോ? അവിടെ കൊറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഓരോരുത്തരെ ഇങ്ങോട്ട് വിട്. കൊറേ പേരൊന്നും വന്നിട്ടില്ല, 2 പേരേ ഉള്ളൂ. ഓക്കെ, 2 പേരെങ്കിൽ 2 പേര്, അവരെങ്കിലും ഇങ്ങോട്ട് വിടും. സാറേ, അതിലൊരാള് ആണാണോ പെണ്ണാണോ ഒരു സംശയം. എന്താ? എന്ത് ചോദിച്ചാലും ഡാൻസ് കളിക്കും, വീട് ചോദിച്ചാലും ഡാൻസ് കളിക്കും, വീട് ചോദിച്ചാലും ഡാൻസ് കളിക്കും. ഏത് മിടുക്കനാണെങ്കിൽ ഇങ്ങോട്ട് വിട്. ഈ ടൈപ്പ് ആൾക്കാരെ വിടണോ? വിടണം. Your voice, I am singing song. Shoot song. സുപ്രഭാതം. തന്റെ പേരെന്താ? പുഷ്പൻ. ഇഷ്ടമുള്ളവർ എന്നെ പുഷു എന്ന് വിളിക്കും. അപ്പൊ ഞാൻ നിന്നെ എന്ത് വിളിക്കണം? പുഷ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, മിസ്റ്റർ പുഷ്. അത്രയും നീട്ടൊന്നും വേണ്ട. only one push. ഓക്കെ, മിസ്റ്റർ only one push. എന്ത് പണ്ടാരാണേലും ഓക്കെ, മിസ്റ്റർ only one push. ഓ, താൻ ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. പിന്നെന്താ വിട്ടെ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഡാൻസ് പഠിപ്പ സിനിമയിൽ കയറാൻ പറ്റും. അതൊക്കെ മറ്റവന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാറേ. ഓക്കെ, തന്റെ അപ്പന്റെ പേരെന്താ? അയ്യപ്പൻ. തന്റെ അമ്മേന്റെ? അയ്യപ്പൻ. താൻ ഡാൻസ് ടീച്ചർ അല്ലെന്ന് പറഞ്ഞേ? അതെ. ഒരു സ്റ്റെപ്പ് കാണിച്ചു തന്നെ. തുണിക്കരാ തുണിക്കരാ കുത്തും കുത്തും കുത്തും. സാറിനെ ഇപ്പൊ വന്നു കുത്തും കുത്തി. ഓക്കെ, മതി. ഇനി ഈ ഇന്റർവ്യൂവിൽ ഞാൻ 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. സാർ എത്ര ആൻസർ വേണേലും പറഞ്ഞു, ഞാൻ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് തരാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നീ ആൻസർ ഫ്രെയിം ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയുടെ പേരെന്താ? KR നാരു. KR നാരു? നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ളവർ KR നാരു എന്ന് വിളിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഹിമാലയ മൗണ്ടൻ എത്ര ഉയരം കാണും? ഏകദേശം 800 അടി കാണും. കറക്റ്റ് ഉത്തരാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തനിക്ക് ജോലി കിട്ടാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിക്കണോ? സാറ് വിചാരിക്കും മോശം കിട്ടും. ഓക്കെ, ഞാൻ വിചാരിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ ഞാൻ വിചാരിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കണം? ഇന്ത്യക്ക് എപ്പോഴാണ് ഫ്രീഡം കിട്ടിയ? 1917 ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ 1947 നടന്നു. കറക്റ്റ് ഉത്തരാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറഞ്ഞ് ഞാൻ നിനക്ക് ജോലി ഉറപ്പില്ല. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. വല്ല ഈസി ക്വസ്റ്റ്യൻ ചോദിക്കണ്ട സാറേ. വെരി ഈസി. ഇത് ഭൂമിയിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഞാൻ ഒരു കാര്യം മറന്നു. ഇപ്പൊ വെയിലല്ലേ, ഇതുവരെ പറയാറായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, എൻ്റെ 5 ക്വസ്റ്റ്യൻ നീ ഉത്തരം പറഞ്ഞു. ഞാൻ നിന്റെ പെർഫോമൻസ് MDയോട് പോയി പറഞ്ഞിട്ട് വരാം. തെണ്ടിയോ? തെണ്ടിയല്ല, MD. ഇതെല്ലാം അവിടെ പോയി പറഞ്ഞാൽ നിനക്ക് ജോലി കിട്ടൂല. ഓക്കെ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ആരാരോടോ? ഞാനിവിടെ ഇന്റർവ്യൂക്ക് വന്ന ആളാ. എന്താടോ? എൻ്റെ അടുത്ത് ചോദ്യോത്തരങ്ങളൊക്കെ പറഞ്ഞു തരുമോ? പിന്നെത്താ എന്നത്തിനാടോ ഇവിടെ വന്നേ? ഭയങ്കര ജോലി തിരക്കായിരുന്നു. തനിക്ക് എത്ര ജോലിയുണ്ട്? ഒരു ജോലിയുള്ളൂ. രാവിലെ എണീക്കുക, പല്ലേക്കുക, കുളിക്കുക, കിടന്നുറങ്ങുക. നല്ല ജോലി. ഓക്കെ, ചോദ്യോത്തരങ്ങൾ പറഞ്ഞു തരാം. സമയമില്ല, 2 പേരുടെ കൂടെ പടത്തിന് പോകാനുള്ള. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം KR നാരു. ഓ, KR നാരി. KR നരി. KR നരി. ഞാൻ എന്തെങ്കിലും പോയി പറ. ഓക്കെ,
രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരം ഏകദേശം ഒരു 800 അടി കാണും. എടാ ഇങ്ങോട്ടാണ് നോക്കുന്നത്. 8,000 അടി എന്നല്ലേ പറഞ്ഞു? ഓക്കെ, ഏകദേശം 8,000 അടി. ഓ, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 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 താൻ കുറെ നേരമായിട്ട് തുടങ്ങിയിട്ട് പറയുന്നുണ്ടോ? അവന്റെ പറയാൻ സാറേ. പറയടോ. ആഗ്രഹമുണ്ട്, സാറ് വിചാരിച്ചാൽ നടക്കും. ആഗ്രഹമുണ്ട്, സാറ് വിചാരിച്ചാൽ നടക്കും. ഓക്കെ, തന്റെ ആഗ്രഹം പോലെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. താനൊന്നും വിചാരിക്കണ്ട, മറ്റേ സാറല്ലേ, മറ്റേത് ആ സാറ് വിചാരിച്ചോളൂ. ആ ശരി. ശരി. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരം പറയണോ? 1917 ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ 1947 നടന്നു. 1917 ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ 1947 നടന്നു. ഓക്കെ, സ്ലോ ആയിട്ട് പറയണേ. പറയാം. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരം ദി ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ ഇതുവരെ പറയാറായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ പറയാറായിട്ടില്ല, ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതെ, എനിക്കും അറിയാം, താനാണ് എപ്പോഴാണ് അറിയുന്നത്. ഓക്കെ ശരി, സിനിമയ്ക്ക് പോയാലോ? അയ്യേ, വൃത്തിയാണോ പോടാന്ന്. എൻ്റെ കൂടെ സിനിമയ്ക്ക് വന്നില്ലെങ്കിൽ തനിക്ക് കുട്ടികളുണ്ടാവില്ലടാ. നമസ്കാരം. നമസ്കാരം. നമസ്കാരത്തിന് നീട്ടമുണ്ടല്ലോ. അതൊരു ഇക്കം കയറി വന്നാ സാറ്. ഇത് ഇന്റർവ്യൂ ആണെന്നറിയാമോ? അറിയില്ലായിരുന്നു, മറ്റേ ആ സാറൊന്നും ഇവിടെ മനസ്സിലായ. കുറച്ചെങ്കിലും മാനേഴ്സ് പാലിക്കണം. ശരി സാർ. ഞാൻ ഈ ഇന്റർവ്യൂവിൽ 5 ചോദ്യം ചോദിക്കാം. പയ്യവിടെ അതാണോ മാനേഴ്സ് അവന്റെ? ഫസ്റ്റ് ചോദ്യം എന്റെ പേരെന്താ? KR നരി. തനിക്ക് എത്ര ഉയരമുണ്ട്? ഏകദേശം ഒരു 8,000 അടി കാണും. കണ്ടാ പറയത്തില്ല. താങ്ക് യു. തനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? അതൊക്കെ പിന്നെ ആഗ്രഹമുണ്ട്, സാറ് ശ്രമിച്ചാൽ നടക്കും. കാണാൻ കേട്ടോ. നാലാമത്തെ ചോദ്യം, താൻ എപ്പോഴാ ജനിച്ചേ? 1917 ശ്രമിച്ചു, പക്ഷെ നടന്നു. 1947 നടന്നു. ഉറപ്പാണോ? അഞ്ചാം ചോദ്യം, തനിക്ക് വട്ടുണ്ടോ? ഇതുവരെ പറയാറായിട്ടില്ല, ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇറങ്ങി പോടെ വിടുന്നു. താങ്ക് യു സർ.